മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 42. ആശാനെ കളരി പഠിപ്പിക്കല്ലേ ചുമ്മുവേ. മാധവിനെ തടുക്കുവാനായി വലങ്കാലുയർത്തിയ പെണ്ണിനെ തൻ്റെ ഇടം കാലുകൊണ്ട് ലോക്കിട്ട് പിടിച്ചു ചെക്കൻ. അതോടൊപ്പം തന്നെ അവളുടെ ഇടത്തേക്കാലിനെ തൻ്റെ വലത്തേക്കാലുകൊണ്ട് അമർത്തി ചുവരിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തു. അവളെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാതെ. വിടടോ എന്നെ. അവൻ്റെ അതിൽ ഒന്നനങ്ങാൻ പോലും പറ്റാതെ നിൽക്കുന്നവളുടെ കണ്ണിൽ നിന്നും തീയായിരുന്നു പാറിയത്. അവനെ ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന തീ. വിടണോ? മുറ്റത്ത് പരന്ന നിലാവ് വെട്ടത്തിൽ അവളുടെ മുഖത്തെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു ചെക്കനപ്പോൾ. എടോ തന്നെ ഞാൻ. വിടടോ എന്നെ. ദേഷ്യം കൊണ്ട് ചുമ്മുവിൻ്റെ ശരീരം വിറയ്ക്കുന്നത് അവനപ്പോൾ അറിയുവാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവളിൽ നിന്ന് അടർന്നു മാറുവാനോ പിടിവിടുവാനോ ചെക്കൻ കൂട്ടാക്കിയില്ല. മാധവ് ഒരടി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അങ്ങനെ തന്നെ നിലയുറപ്പിച്ചു. ഇപ്പോൾ പറയടി ഝാൻസി റാണി, ആരാടി എൻ്റെ ഇഷ്ടക്കാരി? അവൻ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. തന്നോട് വിടാനാ ഞാൻ പറഞ്ഞേ. അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ ചുമ്മാ അവന് നേർക്ക് നിന്ന് ചീറി. ഹാ, ഒന്ന് അടങ്ങ് പെണ്ണേ. എന്നോട് ഇത്തിരി മുന്നേ ചാടിക്കടിച്ചപ്പോൾ ഈ മസിൽ പിടുത്തം ഞാൻ കണ്ടില്ലല്ലോ. പെണ്ണിൻ്റെ ദേഷ്യത്തെ ഒരു തരത്തിൽ പറഞ്ഞ് ആസ്വദിക്കുകയായിരുന്നവൻ. തുവാടോ, തന്നെ നിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയ്ക്കും ആളായിരുന്നോ നിങ്ങൾ? അവളെ ഉമ്മ വെച്ചതിൻ്റെ ദേഷ്യത്തിൽ ചുമ്മാ അണപ്പല്ല് ഞെരിച്ചു. ഞാൻ വേറെ ആരോടേലും ഇങ്ങനെ എടുക്കുന്നത് ഝാൻസി റാണി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? അവൻ്റെ വലത്തെ പുരികം ചോദ്യത്തിനൊപ്പം തന്നെ ഒന്ന് ഉയർന്നു പൊങ്ങി. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ ചെയ്തതും പോരാ, നിന്ന് ന്യായം പറയുന്നോ? അവൾ മുരണ്ടു. ഉമ്മിച്ചെങ്കിലേ അത് നീ എൻ്റെ ആണെന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രം അടി. പറച്ചിലിനോടൊപ്പം തന്നെ വലം കൈകൊണ്ട് പെണ്ണിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുവാനും കണ്ണൻ മറന്നില്ല, ഒട്ടൊരു വാത്സല്യത്തോടെ. നിങ്ങൾ ഇഷ്ടക്കാരിയെ പോയി ഉമ്മിക്കടോ. മാധവിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശ അവളിൽ അപ്പോൾ ആവോളം ഉണ്ടായിരുന്നു. അവളെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടി? പോട്ടെ, അവളുടെ വിരൽ തുമ്പിലെങ്കിലും ഞാനിതുവരെ തൊട്ടിട്ടുണ്ടോടി? കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ മാത്രം ഈ മാധവകൃഷ്ണ അത്ര ഇതൊന്നും അല്ല. അത് പറയുമ്പോൾ മാത്രം അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം തിങ്ങി നിറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണിച്ച തൊട്ടിത്തരത്തിന് എന്ത് പേനാണ് വിളിക്കേണ്ടത്? അവൾ ചീറി. അറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ ഒന്ന് തൊടുക പോലും ചെയ്യരുതെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പറ്റിപ്പോയി. ഇഷ്ടമായിട്ട് തന്നെയാടി കുതിരെ ഞാൻ നിന്നെ കയറി തൊട്ടത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഉള്ളിലുള്ള പ്രണയം വേദയുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവനിൽ തെല്ലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എങ്കിലും നീ ചെവി തുറന്നു വെച്ച് കേട്ടോ. ജീവിതത്തിൽ ഒരു ഇഷ്ടക്കാരിയേ എനിക്കുള്ളൂ, അത് നീയാ. എപ്പോഴോ ചങ്കി കയറി ഇരുന്നു പോയതാ. അതുകൊണ്ടാടി പുല്ലേ നിന്നെ കയറി ഉമ്മിച്ചത്, അല്ലാതെ എനിക്ക് മൂത്തിട്ടൊന്നുമല്ല. അതും പറഞ്ഞുകൊണ്ടവൻ പെണ്ണിൽ നിന്ന് അകന്നു മാറിയിരുന്നു, ഒട്ടൊരു കലിപ്പോടെ. എന്നിട്ട് വീണ്ടും തുടർന്നു. ഒന്നുകൂടെ പറയുക, നിന്നെ ഞാൻ ഉമ്മിച്ചെന്നും പറഞ്ഞ് ഇനി ബഹളം ഉണ്ടാക്കി നടക്കേണ്ട എൻ്റെ ഝാൻസി റാണി. പണ്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് കുറേ ഉമ്മകൾ തരുന്നൊരു കുഞ്ഞു വേദൂട്ടി എനിക്കുണ്ടായിരുന്നു. അന്ന് തന്നതിൽ നിന്നും ഒരെണ്ണ ഇപ്പോൾ തിരിച്ചു തന്നു കാണുന്ന നീ അങ്ങ് കരുതിയാൽ മതി. കേട്ടോടി വേദൂട്ടി. മാധവ് അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു നിർത്തി. പക്ഷെ പതിവില്ലാത്ത രീതിയിൽ അവനിൽ നിന്നും കേട്ട വേദൂട്ടി എന്നുള്ള വിളി പെണ്ണിനെ കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ചെയ്തത്. കണ്ണേട്ടനും അവൻ്റെ കുഞ്ഞു വേദൂട്ടിയും. വേദൂട്ടി അവളുടെ കണ്ണേട്ടനില്ലാതെ ഒരു കാര്യവും ചെയ്യില്ലായിരുന്നു. വേദൂട്ടിക്ക് എപ്പോഴും അവളുടെ കണ്ണേട്ടൻ വേണമായിരുന്നു. സ്നേഹം കൂടുമ്പോൾ വേദൂട്ടി എപ്പോഴും അവളുടെ കണ്ണേട്ടൻ്റെ കവിളിൽ നിറയെ ഉമ്മകൾ കൊടുക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ ഇത്തിരി മുതിർന്നപ്പോൾ കണ്ണേട്ടനും അവൻ്റെ വേദൂട്ടിക്കും ഇടയിൽ ചെറിയൊരകലം വന്നു. എങ്കിലും കണ്ണേട്ടൻ ചെയ്യുന്നതൊക്കെ ജീവിതത്തെ അതേപടി പകർത്തുവാൻ
കണ്ണേട്ടൻ്റെ വേദൂട്ടി എപ്പോഴും ശ്രമിക്കുമായിരുന്നു. കരാട്ടയും കളരിയും ഒക്കെ ചുമ്മാ പഠിച്ചത് തന്നെ അവളുടെ കണ്ണേട്ടൻ അതിന് പോകുന്നത് കൊണ്ട് മാത്രമായിരുന്നു. വേദ എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടാൻ പഠിച്ചതും കണ്ണേട്ടനെ കണ്ടതുകൊണ്ടായിരുന്നു. കണ്ണേട്ടനോട് പെണ്ണ് വഴക്ക് കൂടുമായിരുന്നു, തല്ല് പിടിക്കുമായിരുന്നു, ഉരുളയ്ക്കുപ്പേരി പോലെ എന്ത് എതിർത്ത് പറയുമായിരുന്നു. എങ്കിലും തനിക്കൊരാവശ്യം വരുമ്പോൾ എല്ലാവരെക്കാട്ടിലും മുൻപിൽ തന്നെ കണ്ണേട്ടനുണ്ടാവും എന്നൊരു വിശ്വാസം അന്നും കണ്ണേട്ടൻ്റെ വേദൂട്ടിക്കുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ആ ഇഷ്ടം നിന്നുപോയി. നിതയുടെ വരവോടുകൂടി കണ്ണേട്ടൻ്റെ വേദൂട്ടിക്ക് സങ്കടങ്ങളുണ്ടായി. പെണ്ണിൻ്റെ ആ സങ്കടം ആദ്യം ദേഷ്യത്തിലേക്കും പിന്നീട് പകയിലേക്ക് മാറിയത് എത്ര പെട്ടെന്നാണ്. പിന്നിൽ തമ്മിൽ നോക്കാതെയായി, നോക്കിയാ വെറുപ്പ് പ്രകടിപ്പിക്കലായി, ഒരു കൂരക്കടിയിൽ ശത്രുക്കളെ പോലെ ഉണ്ടു ഉറങ്ങിയും കഴിയുവാൻ തുടങ്ങി. ആളാണ് ഇപ്പോൾ തന്നോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നത്. മാധവിൻ്റെ നാവിൽ നിന്നും തന്നോടുള്ള ഇഷ്ടം കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അപ്പോഴും ചുമ്മു. മാധവ് കൃഷ്ണയ്ക്ക് പ്രണയം, അതും തന്നോട്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പോഴും ഗൗരവത്തോടെ എല്ലാവരോടും സംസാരിക്കുന്ന മാധവകൃഷ്ണയുടെ ആരും കാണാത്തൊരു ഭാവമല്ലേ താൻ ഇന്ന് കണ്ടത്? എപ്പോഴും എന്തിനും തന്നോട് വാദിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നവൻ്റെ വേറൊരു മുഖം. കേട്ടതൊക്കെ സത്യമോ മിഥ്യയോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നവൾ. അതുകൊണ്ട് തന്നെ കണ്ണൻ അവളിൽ നിന്നും പിടിവിട്ട് അകന്നു മാറി നിന്നിട്ടും അവനെ ഒന്ന് ചെയ്യുവാൻ അവളുടെ കൈകൾ പൊങ്ങിയില്ല. വലിയൊരു ഗർത്തത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണു പോയിരുന്നു ആ പെണ്ണ്. ഒരിടത്തും തോൽക്കാതെ എവിടെയും തലയുയർത്തിപ്പിടിച്ച് നടക്കുന്ന ആണുങ്ങളോട് നേർക്ക് നേരെ നിന്ന് പൊരുതുന്ന പെൺപുലി അന്ന് ആദ്യമായി പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ആ ഒരുവൻ്റെ മുൻപിൽ തറഞ്ഞു നിന്നു. കാരണം ശത്രുവെന്ന് താൻ കരുതിയിരുന്ന ഒരുവനിൽ നിന്നുമുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങളിൽ അടിപതറിപ്പോയിരുന്നു. അവൻ്റെ പ്രണയം പകർച്ചിൽ പെണ്ണിനെ അത്രത്തോളം തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. എടി വേദൂട്ടി, വിരലുകൾ കൂട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാക്കിയവൻ്റെ വിളിയിലാണ് അവൾ ആലോചനകളിൽ നിന്നും വീണ്ടും തിരിച്ചു വന്നത്. മുന്നിൽ നിൽക്കുന്നവൻ്റെ രൂപം കണ്ടതും അവൾ അപ്പോൾ വരെ ചിന്തിച്ചു വേദനിച്ച ഭൂതകാലം മനഃപൂർവ്വം മറന്നു. സ്വതവേയുള്ള പകയോടെ ദേഷ്യത്തോടെ അവനെ നോക്കി വീണ്ടും പല്ല് ഞെരിച്ചു. ഏമാൻ പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. അവൾ അവൻ്റേക്ക് മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ആ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി. എന്തിന്? അപ്രതീക്ഷിതമായ ശക്തിയോടെയുള്ള ആ തള്ളലിൽ അവൻ 2 അടി പിന്നിലേക്ക് വേയിച്ചു പോയിരുന്നു. അപ്പോഴും ചെക്കൻ്റെ മുഖത്ത് പതിവ് ഗൗരവം ഒട്ടുമില്ലായിരുന്നു എന്ന് വേണം പറയുവാൻ. എന്തിനെന്ന് എനിക്കങ്ങനെ അറിയാനാ. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തോ, നിങ്ങളുടെ ഈ പ്രണയ നാടകത്തിൽ ഈ ചുമ്മ ഒരിക്കലും വീഴില്ല. അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കാട്ടി ഒരു താക്കീത് നൽകിയിട്ട് പെണ്ണ് വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അതും കാറ്റിൻ്റെ വേഗതയിൽ. നീ പ്രണയിക്കും വേദൂട്ടി, എന്നെ പ്രാണനെ പോലെ പ്രണയിക്കും. എനിക്കിട്ടൊന്ന് തരാൻ നിൻ്റെ കൈ പൊങ്ങിയെന്നില്ലെന്നുള്ളത് സത്യമാണെങ്കിൽ ഇതും സത്യമാവും. എൻ്റെ വാക്കുകൾ നിൻ്റെ മനസ്സിലെവിടെയോ തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നീ എൻ്റെ ദേഹത്ത് കൈവയ്ക്കാതെ പോയതും അത് നിൻ്റെ ഉള്ളിൽ എവിടെയോ കീറിക്കൊളുത്തിയത് കൊണ്ട് മാത്രമാണ്. മുൻവാതിലടച്ച് സ്വന്തം മുറിയിലേക്ക് പോകുമ്പോൾ ചുമ്മുവിൻ്റെ മുറിയിലേക്ക് പ്രണയത്തോടെ ഒന്ന് എത്തി നോക്കുവാനും കണ്ണൻ മറന്നിരുന്നില്ല. നിന്നെ ഒന്ന് മെരുക്കണമെങ്കിലേ ഞാൻ കുറേ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ എൻ്റെ വേദുവേ. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും മാറാതെ കട്ടിലേക്ക് കയറി മലർന്നു കിടന്നവൻ ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയുടെ ഓർമ്മയും പേറി. പറ്റിപ്പോയതാണ്, വേണമെന്ന് വെച്ച് ചെയ്തോ അല്ല. ഒരു നിമിഷം മനസ്സ് കൈവിട്ടുപോയി. വേദാന്ത് തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞ നിമിഷം മുതൽ മനസ്സ് നീറിപ്പൊകഞ്ഞതാ. അതൊന്ന് അണഞ്ഞത് പെണ്ണിനെ ഒന്ന് കണ്ടതിന് ശേഷം ആ സങ്കടത്തിൻ്റെ പുറത്താ വീട്ടിലേക്ക് കയറി വന്നതും. അപ്പോൾ സോപാനപ്പടിയിൽ ഒറ്റയ്ക്കിരിക്കുന്നവളെ കണ്ടതും വേറൊന്നും ചിന്തിച്ചില്ല. ഛേ, വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കാരണം അവക്കെന്നോടൊരകലം കൂടുവേ ഉള്ളൂ. ഓരോരോ ചിന്തകളിൽപ്പെട്ട് മാധവിൻ്റെ ഉള്ളം പിടഞ്ഞു. മുറിയിലേക്ക് കയറി ചെന്നതും പെണ്ണ് നേരെ വാൾമിററിൻ്റെ മുന്നിലേക്കാണ് ചാടി തുള്ളിക്കൊണ്ട് പോയത്. അതും മുറിയിൽ കിടന്നുറങ്ങുന്ന പങ്കുവിനെ പോലും മൈൻഡ് ചെയ്യാതെ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവൻ എന്നെ കയറി ഉമ്മിച്ചത്. ഒരു കോട്ടൺ ബോൾ എടുത്ത്
ചുണ്ടുകൾ രണ്ടും വീണ്ടും വീണ്ടും തുടയ്ക്കുവാനായി തുടങ്ങി പെണ്ണ്. ഛേ, എത്രയൊക്കെ തുടച്ചിട്ടും അവൾക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഇങ്ങനെ തുടച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം ചുമ്മു നേരെ വാഷ്റൂമിലേക്ക് കയറിയത്. സിങ്കിനരികിലേക്ക് ചെന്ന് ടാപ്പ് തുറന്ന് അതിൽ നിന്നുള്ള വെള്ളം ചുണ്ടുകൾക്ക് മുകളിലേക്ക് കോരി കോരി ഒഴിച്ചവൾ. എന്നിട്ടും മാധവിൻ്റെ ചുണ്ടുകളുടെ സ്പർശം അപ്പോഴും തൻ്റെ അതരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെന്ന് ചുമ്മുവിന് തോന്നിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ പണി നിർത്തി വേഗം തൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നിട്ട് നനഞ്ഞ മുഖം ഒരു തോർത്തിൽ തുടച്ചെടുത്തു. എന്താടി? പെട്ടെന്ന് മുറിയിലെ ശബ്ദം കേട്ടതും കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന പങ്കു പൊടുന്നനെ ഞെട്ടി എഴുന്നേറ്റു. കുന്തം, നീ ഇപ്പം എന്തിനാ എഴുന്നേറ്റ് കുത്തിപ്പിടിച്ചിരിക്കുന്നേ? അവൾ ഒച്ചയെടുത്തു. ഷെടാ, പാതിരാത്രി മുറി കിടന്ന് ബഹളം വെച്ചാൽ ഉറങ്ങിക്കിടത്തുന്നവർ പോലും എഴുന്നേറ്റിരുന്നെന്ന് വരും. ചെക്കൻ കോട്ടുവായിട്ടുകൊണ്ട് അവളെ നീരസത്തോടെ നോക്കി. ആണോ? നന്നായിപ്പോയി. കണ്ണനോടുള്ള അമർഷം അവൾ ആ പാവത്തിനോടാണ് തീർത്തത്. നിനക്കെന്താ ചുമ്മു? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നിനക്ക്. ഉറങ്ങാൻ കിടക്കുന്നിടം വരെ തന്നോട് വളരെ സമാധാനമായിട്ട് സംസാരിച്ചവൾക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ബാധ കയറിയതെന്ന അങ്കലാപ്പായിരുന്നു പങ്കുവിന്. ദേ പങ്കു, മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കിക്കോ, ഞാൻ വല്ലതും പറയും കേട്ടോ. കോമരം തുള്ളുന്നത് പോലെ 2 ചാട്ടവും ചാടി അവൾ അവനരികിലേക്ക് കയറിക്കിടന്നു. എന്താന്ന് പറയാൻ നിൻ്റെ മനസ്സിലുള്ളത് ഗണിച്ച് പറയാൻ ഞാൻ കണിയാനൊന്നും അല്ലല്ലോ. പുഴപ്പെടുത്തുകൊണ്ട് തലവഴി മൂടി അവനും ബെഡിലേക്ക് മലർന്നു കിടന്നു. അവൻ്റെ അമ്മൂമ്മയുടെ ഒടുക്കത പ്രേമം ഉമ്മിക്കാൻ വന്നേക്കുന്നു. കാലിപ്പു തീരാത്തവൾ വീണ്ടും വീണ്ടും മാധവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആരാ നിന്നെ ഉമ്മിച്ചേ ചുമ്മു? തലയ്ക്ക് മുകളിലത്തെ പുതപ്പ് മാത്രം മാറ്റി അവൻ പൊടുന്നനെ അവളെ ചെരിഞ്ഞു നോക്കി. നിന്റെ പുന്നാര ചേട്ടൻ കണ്ണേട്ടൻ, അങ്ങേർക്ക് എന്നോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. ഒരു തുറന്നു പറച്ചിൽ നടത്തിയവളുടെ മുഖത്തേക്ക് തറഞ്ഞ ഒരു നോട്ടം നോക്കി പങ്കു. നീ ഇപ്പം എന്താ പറഞ്ഞേ? പൊടുന്നനെ ഞെട്ടി ചാടി എഴുന്നേറ്റിരുന്നവൻ. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് നാളെ ഉറപ്പായിട്ടും വരാവേ. കഴിഞ്ഞ 10-15 ദിവസങ്ങളായിട്ട് ഞാൻ സ്റ്റോറിയൊന്നും ഇടുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോയത് കൊണ്ടാണ് കേട്ടോ. അച്ഛൻ്റെ ആണ്ടുബലിയും പൂജകളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. പിന്നെ സ്വന്തം അനിയൻ്റെ റിസപ്ഷനും കല്യാണവും അങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു. ആ പ്രോഗ്രാം എല്ലാം അവസാനിപ്പിച്ച് ഞാൻ ഇന്നലെ രാവിലെയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഇനി നാളെ തൊട്ട് നിങ്ങൾക്ക് മുടങ്ങാതെ പാട്ടുകൾ നൽകുന്നതായിരിക്കും. ആരും എന്നോടൊന്നും വിദ്വേഷമൊന്നും തോന്നരുത് കേട്ടോ. ചില സാഹചര്യങ്ങളും തിരക്കുകളും കാരണം സ്റ്റോറികളിടാൻ വൈകിപ്പോയതാണ്. അപ്പോൾ നാളത്തെ പാട്ടിനായിട്ട് എല്ലാവരും കാത്തിരിക്കും. ഗുഡ് നൈറ്റ്.